തൃശൂർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയ യുവാവ് മരിച്ചു. കുറ്റിച്ചിറ വയലാത്ര വാവൽത്താൻ വീട്ടിൽ സിദ്ധാർത്ഥൻ മകൻ സിനീഷാണ് മരിച്ചത്. ഹെർണിയയ്ക്കുള്ള ഓപ്പറേഷനു വേണ്ടി അനസ്തേഷ്യ നൽകിയ ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയ യുവാവിന് ഹൃദയാഘാതം വന്നതിനെ തുടർന്ന് മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വീണ്ടും ഹൃദയാഘാതമുണ്ടായി യുവാവ് മരിക്കുകയായിരുന്നു. വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. നമ്മള് ഹെർണിയുടെ ഓപ്പറേഷന് വേണ്ടി മാത്രമാണ് ഇവിടെ ഇന്നലെ വന്നാണ് കാലത്ത് അഡ്മിറ്റ് വന്നിട്ട് 5 മണിക്ക് ഇന്നലെ ഞാൻ വൈകുന്നേരം വിളിച്ചത്. ഇന്നലെ കാലത്തൊന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ കാലത്തൊന്ന് അഡ്മിറ്റ് ആയതിനു ശേഷം ഇന്നലെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് നടത്തിയിട്ടുണ്ട്, ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ അലർജിയുടെ ചെറിയൊരു പ്രോബ്ലം അവന് ഓൾറെഡി ഉള്ളതാണ്. ചെറിയൊരു പ്രോബ്ലം മുൻപ് ഉണ്ടായിരുന്നു, ചെറിയ ചൊറിച്ചിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കാലത്താണ് എന്നെ കാലത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. എന്നെ കാലത്ത് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് അനസ്തീഷ്യ കൊടുത്തതിന് ശേഷം ചെറിയ തോതിലുള്ള ഒരു ചെറിയൊരു അലർജി പോലെ വന്നു. പെട്ടെന്ന് ഒരു നീര് പോലെ, ചൊറിച്ചിൽ പോലെ, അലർജി പോലെ തടിച്ചു പൊന്തി. അതിനുശേഷം പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. ഹാർട്ട് ബീറ്റ് കുറഞ്ഞപ്പോൾ ഇവർ വിളിച്ച് ചോദിച്ചു, എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം, ഡോക്ടറെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഫോൺ കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് വളരെയധികം ലോ ആയിക്കാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വെന്റിലേറ്റർ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ സെന്റ് ജെയിംസിലേക്ക് മാറ്റിക്കോളാൻ പറഞ്ഞു. 1 മണിക്കൂർ ഞാൻ ഇവിടെ എത്തിയ വശം പറഞ്ഞത് ഹാർട്ട് ബീറ്റ് വളരെയധികം കുറഞ്ഞു പോയി, ഹാർട്ട് വളരെ നിന്നു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ 1% ഒരു ചാൻസ് ആണ് ഈ ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞത്. വന്നപ്പോൾ ആ സ്റ്റേജിലേക്ക് ഇവിടേക്ക് എത്തിച്ചേക്കുന്നത് അതേ സ്റ്റേജിലേക്കാണ്. അപ്പോൾ എൻ്റെ ബലമായി സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനസ്തീഷ്യ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് എൻ്റെ മോന് വേറെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല, ഒരു അസുഖമില്ലാത്തൊരു മോനാണ്. ബാക്കി എല്ലാവിധ ടെസ്റ്റുകളും നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ഹെർണിയുടെ. കാരണം 2-3 ആഴ്ച മുൻപ് തന്നെ ഒരു മാസമായില്ലേ, 1 മാസത്തിന് മുൻപാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡോക്ടറെ അടുത്ത്. അപ്പോൾ അന്ന് മുതൽ ട്രീറ്റ്മെന്റ് ഗുളിക മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കലാണ് ഈ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞ് ഹെർണിക്ക് സർജറി ചെയ്യണം, അഡ്മിറ്റ് ആവാൻ പറഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സംശയം വെച്ചിട്ടുണ്ടെങ്കിൽ അനസ്തീഷ്യ വന്നില്ല, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവണം. ഇതിന് എനിക്ക് കൃത്യമായ ഒരു തീരുമാനം കിട്ടാതെ പറ്റില്ല. കാരണം എൻ്റെ മോൻ ഇന്നലെ വരെ പണിക്ക് പോയ മകനാണ്. ഇന്നലെ വരെ പണിക്ക് പോയിട്ടുണ്ട്, ജോലിക്ക് പോയിട്ടാണ് വന്ന് അഡ്മിറ്റ് ആയേക്കുന്നത്. വേറൊരു അസുഖമില്ലാണ്ട് വന്ന് അഡ്മിറ്റ് ആയിട്ട് ഇതേമാതിരി സംഭവിച്ചെന്നുണ്ടെങ്കിൽ അതിന് ഹോസ്പിറ്റലുകാരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വീഴ്ച ഇതേപോലെ സംഭവിക്കില്ല.